ആർക്കാ അവിടെ മനസ്സമാധാനമുള്ളത്? ഇസ്ലാമിന്റെ നിയമങ്ങൾ ഒരു മനുഷ്യൻ നെഞ്ചിലേറ്റ് ജീവിക്കുകയാണെങ്കിൽ അവൻ എപ്പോഴും മനസ്സമാധാനം ഉണ്ടെന്നാ. എന്തുകൊണ്ട്? അള്ളാഹു ചെയ്യുന്ന നിഅമത്തുകൾ, ആ നിഅമത്തിന് മതിമറന്നുകൊണ്ട് സന്തോഷിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ നിയമം. മോനെ, അള്ള തന്ന ആരോഗ്യം എന്നും ഉണ്ടാവില്ല, അള്ള തന്ന സമ്പത്ത് എന്നും ഉണ്ടാവില്ല, അള്ള തന്ന ഈ ഒരു ഗൾഫിന്റെ സ്വാധീനം എന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നിനക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷത്തിൽ അമിതമായി നീ ആഹ്ലാദിക്കേണ്ടതില്ല എന്നാണ് ഇസ്ലാമിന്റെ നിയമം. നീ എന്താണ് ചെയ്യേണ്ടത്? ഉഷ്കുറുലില്ലാ, അള്ളാഹുവിന് ശുക്ർ ചെയ്യണോ? ഞാൻ ആലോചിക്കുകയാണ്, ഇപ്പൊ ഈ അടുത്തൊരു സിനിമാ നടി, ആ നടിയുടെ ഒരു പ്രസ്താവന ഞാൻ വായിച്ചു. അവര് പറയുന്നത്, ഞാൻ ആഗ്രഹിച്ചതെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നാ പറഞ്ഞത്. എല്ലാം കിട്ടി, പക്ഷേ മനസ്സമാധാനം മാത്രം കിട്ടിയിട്ടില്ല. വലിയൊരു വിഷയമാണത്. നിങ്ങൾ കണ്ടോ, കേരളത്തിൽ ഏറ്റവും വലിയൊരു പണക്കാരനാണ് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ MD. ആരാണ് അദ്ദേഹം? 13 റോൾസ് റോയ്സ് കാറ് മുറ്റത്തുണ്ടെന്നാ. ഒരു റോൾസ് റോയ്സിന് എത്ര വില ഉണ്ടാവിത്? മൂപ്പർക്ക് അറിയുള്ളൂ കാറിന്റെ വില ഒക്കെ. 13 കാറ് അദ്ദേഹത്തിന്റെ മുറ്റത്തുണ്ടായിരുന്നു. ഫ്ലൈറ്റ് സ്വന്തമായി. ഇനി ദുനിയാവിലൊരു സന്തോഷത്തിനും അദ്ദേഹത്തിന് ആവശ്യമില്ല, അത്രയുണ്ട്. ആ മനുഷ്യൻ അവസാനം എന്താ ചെയ്ത കാര്യങ്ങള്? സ്വന്തം തോക്കെടുത്തുകൊണ്ട് നെഞ്ചിലേക്ക് വെടി വെച്ചുകൊണ്ടാണ് മരിച്ചത്. എവിടെയാണ് മനസ്സമാധാനം? പണം കൊണ്ട് സമാധാനം ഉണ്ടാവും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ആരോഗ്യമുള്ളവർക്ക് സമാധാനം ഉണ്ടെന്ന് വിചാരിക്കുന്നുണ്ടോ? മനസ്സമാധാനത്തിന് ഒരൊറ്റ പരിഹാരമേ ഉള്ളൂ. അതെന്താണെന്നറിയുമോ? അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കലാണ്. അത് ഇസ്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കലാണ്. അതാണ് ഞാൻ പറഞ്ഞ, ജീവിതത്തിൽ സന്തോഷം വരും, പക്ഷേ ഈ സന്തോഷം എന്നും ഒന്നും നിലനിൽക്കൂല എന്ന് ചിന്തിച്ച് റബ്ബിനെ ഓർത്തുകൊണ്ട് അൽഹംദുലില്ലാഹ് പറയണം. ഒരു വിഷമം വരുമ്പോ, ഈ വിഷമം എനിക്ക് എന്നുമൊന്നും ഉണ്ടാവണമെന്നില്ലല്ലോ, താൽക്കാലികമായി റബ്ബ് തന്നതാവാമല്ലോ, അള്ളാഹു എന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താമല്ലോ എന്ന് ചിന്തിച്ച് ഫബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുകയാണ് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ വേണ്ടത്. അപ്പോഴും അവന്റെ മനസ്സിന് സമാധാനമാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. മനുഷ്യരെ, നിങ്ങൾക്ക് മനസ്സമാധാനം വേണോ? അള്ളാഹുവിന്റെ ദിക്ർ നിങ്ങളെ ഖൽബിലുണ്ടാവട്ടെ. ഏത് സമയത്തും അല്ലാഹ് അല്ലാഹ്. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഗൾഫിൽ സമാധാനമില്ല. ഇന്നലെയും മെനയാന്നൊക്കെ പലരും വിളിച്ചുസ്താദെ, കമ്പനിയിൽ നിന്ന് പകുതി ആളുകളോട് പിരിഞ്ഞു പോവാൻ പറഞ്ഞിട്ടുണ്ട്. വേറെ ചില ആളുകൾ പറയുന്നു ശമ്പളം കട്ടാക്കുകയാണ്. ഞാൻ ചോദിക്കുന്നു, സൗദി അറേബ്യയും UAEയും ഖത്തറും കുവൈറ്റും ഒമാനും ഒക്കെ ഒരു 6 മാസക്കാലം പൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ പത്രാസുകളൊക്കെ കഴിഞ്ഞില്ലേ മക്കളെ? എല്ലാം കഴിഞ്ഞു. അതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, നിനക്ക് ലഭിക്കുന്ന സന്തോഷങ്ങൾ, നിനക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അതിന് ഈ മതിമറന്ന് ആഹ്ലാദിക്കാനുള്ളതല്ല. ഇതേത് സമയത്തും എന്റെ റബ്ബ് എന്നിൽ നിന്ന് പിൻവലിക്കാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ട് ഇപ്പൊ തന്നതിന് അൽഹംദുലില്ലാഹ്. ഒരു പരീക്ഷണം വരുമ്പോ നീ തളരണ്ട. ഈ പരീക്ഷണം ഏത് സമയത്തും എന്റെ റബ്ബിന് എന്നിൽ നിന്ന് നീക്കാനുള്ള കഴിവുണ്ടെന്ന് വിശ്വസിച്ച് സമാധാനത്തോടുകൂടി നീ ജീവിക്കുകയാണ് വേണ്ടത്. മനസ്സമാധാനമാണ് നമുക്ക് വേണ്ടത്. ആ മനസ്സമാധാനത്തിന് അല്ലാഹു എന്ന് പറയുന്ന ആ ഒരു ചിന്ത ഉള്ള മുസ്ലിമായി നമ്മൾ ജീവിക്കണം എന്നാ പറയും. ഇന്നത്തെ മുസ്ലിമീങ്ങൾക്ക് പേരിൽ ഇസ്ലാമുണ്ട്, നമസ്കാരമുണ്ട്, നോമ്പുണ്ട്, പക്ഷെ എന്തില്ല? ഖൽബിൽ അല്ലാഹു ഇല്ല. അതാ വ്യത്യാസം. ഖൽബിൽ അല്ലാഹു ഇല്ല. ഏത് സമയത്തും അല്ലാഹ് അല്ലാഹ്, എന്റെ റബ്ബ് എന്നെ കാണുന്നു, എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട്
എന്റെ റബ്ബ് എന്നെ സഹായിക്കും. ഈ ഒരു ആത്മവിശ്വാസം മുസ്ലിമീങ്ങളെ ഈ വയൽ സമാപിക്കുന്ന സമയത്ത് എന്നോടും നിങ്ങളോടും ഞാൻ പറയാൻ, നിങ്ങൾ ഈ വയൽ കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾ റബ്ബിനോട് പറയാ, പഠിച്ചവനെ നീ എന്റെ കൂടെ ഉണ്ടല്ലോ റബ്ബേ. ഉറങ്ങുമ്പോ അല്ലാ നീ എന്റെ കൂടെ ഉണ്ടല്ലോ റബ്ബേ. ഏത് സമയത്തും അല്ലാഹു എന്ന് പറയുന്ന ഒരു വിചാരം നിന്റെ ഹൃദയത്തിലുണ്ടോ, ആരെയും നീ പേടിക്കണ്ട. ആരാ നിന്റെ കൂടെ ഉള്ളത്? ആരാണ് കൂടെയുള്ളത്? ഇപ്പൊ ചില ആളുകൾക്കൊക്കെ പേടിയാ. 4-ാം തീയതി വന്നാൽ ഇപ്പൊ എന്താണ്, നമ്മൾ പ്രവർത്തിച്ച പാർട്ടിക്കാണോ വിജയം? ഇല്ല, നമ്മൾ എതിർത്ത പാർട്ടിക്കാണോ? ആര് ജയിച്ചാലും ആര് തോറ്റാലും പ്രിയപ്പെട്ട മുസ്ലിം വിശ്വാസികളെ, അള്ളാഹു നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ ഈ ലോകത്ത് അത്ര വലിയ സമാധാനം വേറെ എവിടെ നമുക്ക് കിട്ടാനുള്ളത്?